ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു NKL എഡിറ്റ്സ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എഡിറ്റിംഗ് ആണ്. ലൈറ്റ് മോഷനിൽ എങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കവർ ഫോട്ടോ ആയി ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കവർ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. സോ ഗൈസ്, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുകയാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 4:5 റേഷ്യോ ആണ് എടുക്കുന്നത്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയയിൽ വരാം. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക. അതായത് ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്ത ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോട്ടോയുടെ PNG കൂടെ ആഡ് ചെയ്യുക. അതായത് ആ ഒരു ക്യാരക്ടർ മാത്രമുള്ള ആ ഒരു ഫോട്ടോ കൂടെ ആഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ദെൻ നമ്മളിപ്പോൾ ആ ഒരു 2 ഇമേജ് സെറ്റ് ചെയ്യേണ്ടത്, അതായത് ഒന്ന് ബാക്ക്ഗ്രൗണ്ടാണ്, ഒന്ന് ഇതിൻ്റെ PNG മാത്രമാണ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് 3 ഡോട്ടിൽ വരിക. അത് നമ്മൾ ഫിൽ സ്ക്രീൻ കൊടുക്കുക ഇതേപോലെ. ദെൻ നമ്മൾ എഫക്ട്സ്, ആഡ് എഫക്ട്സ്, അതിൽ നമ്മൾ 4 കളർ ഗ്രേഡിയൻറ്റ് ഒരു എഫക്റ്റ് ഉണ്ട്, അതൊന്ന് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതിൽ പറഞ്ഞാൽ 4 കളർ കൊടുക്കാണ്ടാവും. 4 കളറിലായിരിക്കും ഇതിൻ്റെ ഗ്രേഡിയൻറ്റും കാര്യങ്ങളും വരിക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളർ 1, കളർ 2, കളർ 3, കളർ 4 പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കുക. ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ കളർ 1 വന്ന് നമ്മൾ ഈ ഒരു ബ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്, ലൈറ്റ് ബ്ലൂ. ദെൻ കളർ 2 വന്ന് നമ്മളൊരു റോസ് കളറിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കളർ 3 വന്ന് ഈ ഒരു ബ്ലൂ തന്നെയാണ് കൊടുക്കുന്നത്. ദെൻ കളർ 4 വന്ന് വയലറ്റിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വയലറ്റാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുക. ഇനി ഇതിൽ നമുക്ക് പൊസിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ടാവും, ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക. ദെൻ നമുക്കിവിടെ പ്രൊസീജിയറൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു എഫക്റ്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു എഫക്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ഇതേപോലെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും കിട്ടുക. അതിൻ്റെ ഔട്ട്പുട്ട് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഇതേപോലെ ആയിരിക്കും കിട്ടുക. ഇതിൽ നമുക്ക് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ സ്മൂത്തിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്മൂത്തിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 0 ഉണ്ടാവുക. അത് നമ്മൾ സ്ലൈറ്റ്ലി ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു 0.250 ആ ഒരു റേഞ്ചിലേക്കൊക്കെ ഇൻക്രീസ് ചെയ്യുക നിങ്ങൾ ഫസ്റ്റ്, അതായത് ഫുള്ള് മാക്സിമത്തിലേക്ക് എത്തിക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ ഡിസ്റ്റൻസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് 5 ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. അത് നമ്മളൊന്ന് 6 സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഡിസ്റ്റൻസ് എന്നുള്ള പോർഷൻ 6 സെറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ താഴെയായിട്ട് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്നിപ്പം -0.500 ആയിരിക്കും. അത് നമ്മൾ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. -0.483 ഈ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ അടിയിൽ ലൂമ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് 1 നമ്മൾ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുകയാണ്. 0.910 ഈ ഒരു റേഞ്ചിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു റെക്റ്റാങ്കിൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ആ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ കോൺട്രാസ്റ്റിൽ ഓവർലേ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓവർലേ കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു ഔട്ട്പുട്ടായിരിക്കും കിട്ടുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കൊടുത്ത ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, എഫക്ട്സ്, ആഡ് എഫക്ട്സ്. ഇതിൽ നമ്മൾ 4 കളർ ഗ്രേഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഫസ്റ്റത്തെ കളർ ബ്ലൂ ആണ് കൊടുക്കുന്നത്. ഇതിലും ഫസ്റ്റ് കളർ ബ്ലൂ ആണ്. ദെൻ രണ്ടാമത്തെ കളർ വന്ന് നമ്മൾ വയലറ്റാണ് കൊടുക്കുന്നത്. ഇവിടെ വന്ന് നമ്മൾ വയലറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ മൂന്നാമത്തെ കളർ വന്ന് ഈ ഒരു ബ്ലൂ തന്നെയാണ് കൊടുക്കുന്നത്. 4ാമത്തെ കളർ റോസ്. ഇതാ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ കളർ കൊടുക്കുന്നത്. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് വരിക. ഇനി നമ്മളടുത്ത് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ മുകളിൽ ആഡ് ചെയ്ത ആ ഒരു PNGയുടെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. ദെൻ നമ്മളൊരു ലെയർ സെലക്ട് ചെയ്യുക. ബോർഡർ ആൻഡ് ഷാഡോയിൽ വന്ന് ഇതിന് നമ്മൾ ബോർഡർ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതായത് ഔട്ട്ലൈൻ കൊടുക്കുക ഫസ്റ്റ്. ദെൻ സൈസ് വന്ന് കുറച്ചൊന്ന് ഇൻക്രീസ് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് ഇതിൻ്റെ ബോർഡർ ഒന്ന് ഇൻക്രീസ് ആക്കി കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അഗെയിൻ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ബോർഡർ കൊടുത്ത ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് അതിൽ ഷാഡോവും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഷാഡോയുടെ വാല്യൂ നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ഓക്കെ, ദെൻ നമ്മളിനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ലെയർ, അതായത് നമ്മളിപ്പോൾ ഷാഡോ കൊടുത്ത ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ റഫ് ആൻഡ് എഡ്ജസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് വന്ന് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്താണ്ട്, അത് കുറച്ച് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽ നമുക്ക് 1 ഉണ്ടാവുക. അതൊന്ന് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്ത് ഒരു 3.45 ആ റേഞ്ചിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഡീറ്റെയിൽ. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു വാല്യൂയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. ദെൻ
നമുക്ക് മുകളിലേക്ക് വരുമ്പോൾ സ്ട്രെങ്ത്ത് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്ട്രെങ്ത്ത് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിന് സ്യൂട്ടാകുന്ന രീതിയിലുള്ള സ്ട്രെങ്ത്ത് കൊടുക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു എഡ്ജസിൻ്റെ സ്ട്രെങ്ത്ത് വരേണ്ടത് എന്നുള്ളത് ആ ഒരു രീതിക്ക് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഒരു റേഞ്ചിലാണ് കൊടുത്തിട്ടുള്ളത്, അതായത് 0.643 ഈ ഒരു റേഞ്ചിലാണ് ഞാൻ ആ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, നമ്മൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരിക. ഇതെന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റിൽ ഓവർലേ കൊടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇതേപോലെ മിക്സായി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓവർലേസും കാര്യങ്ങളും ആഡ് ചെയ്യലാണ് ചെയ്യേണ്ടത്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വരാം. ഈ ഒരു ഓവർലേയും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ടെലഗ്രാമിൽ കൊടുക്കുന്നതായിരിക്കും. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെയർ നമ്മൾ ഫിൽ സ്ക്രീൻ ചെയ്യുക. ഇതേപോലെ കറക്റ്റ് ഇതിൻ്റെ താഴെയായിട്ട് കറക്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ ലൈറ്റ് ആൻഡ് സ്ക്രീൻ കൊടുക്കുക. ദെൻ അഗെയിൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു ഓവർലേ ഇതേപോലെ ആഡ് ചെയ്തിട്ട് ആ ഒരു ഓവർലേ പാർട്ടിക്കിൾ വരുന്ന സ്ഥലത്ത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മളതും ഫിൽ സ്ക്രീൻ ചെയ്യുക, ഇതേപോലെ താഴെയായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ലൈറ്റ് ആൻഡ് സ്ക്രീൻ. ഓക്കെ, അഗെയിൻ ഒരു ഓവർലേ കൂടി ഉണ്ട്. ഈ ഒരു ഓവർലേ കൂടെ ആഡ് ചെയ്യുക. ആ ഒരു പാർട്ടിക്കിൾ നിങ്ങൾക്ക് എവിടെയാണോ കറക്റ്റായി കിട്ടുന്നത് അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ ഇതേപോലെ ഏറ്റവും താഴെ സെറ്റ് ചെയ്യുക. ദെൻ ഫിൽ സ്ക്രീൻ കൊടുക്കുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ ലൈറ്റ് ആൻഡ് സ്ക്രീൻ. ഇതേപോലെ 3 ഓവർലേസും കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു CC ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഞാൻ CC അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഒരു CC ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. CC അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെക്സ്റ്റ്, അതായത് ഇതിൽ തന്നെ ഞാൻ ഒരുപാടധികം ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ടെക്സ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കവർ ഇമേജ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.